അപ്പോൾ അതേക്കാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. സാധാരണ ഞാൻ ഷോർട്സ് ആണ് ഇടാറ്. എൻ്റെ ചാനലിൽ ഒരു 19 വീഡിയോകളും ഷോർട്സ് ആണ് കിടക്കുന്നത്. അപ്പം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കുറേ ടോപ്പിക്കിനെ പറ്റിയൊക്കെ. പക്ഷേ എന്ത് ടോപ്പിക്ക് സംസാരിക്കും എന്നുള്ളൊരു കൺഫ്യൂഷനാണ് എനിക്ക് എപ്പോഴും ഉണ്ടാവാറ്. ആൾക്കാരെ വെറുപ്പിക്കരുതല്ലോ നമ്മൾ. കുറച്ചുകൂടെ നമ്മുടെ ജീവിതമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഇൻസിഡൻറ്റ്സ് ആണെങ്കിൽ ആൾക്കാർ പിന്നെയും വീഡിയോസ് കാണും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ സഹിതം അങ്ങനെയാണ് ചെയ്യാറ്. അപ്പം എനിക്ക് റീസെൻ്റ് ആയിട്ടുണ്ടായ ഒരു ചെറിയ അനുഭവമാണ് ഞാനിവിടെ പങ്കുവെക്കാൻ പോണത്. നമുക്കറിയാലോ, ഓൺലൈൻ ഷോപ്പിംഗ് ആണ്. നമ്മളെല്ലാവരും തന്നെ ഇപ്പം ഒരു 90 അല്ലെങ്കിൽ ഒരു 80% ആൾക്കാർ ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്ന ആൾക്കാരാണ്. കുറേ പേര് പറ്റിക്കപ്പെടുന്ന വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറ്റിക്കപ്പെട്ടില്ലെങ്കിലും എനിക്ക് പറ്റിയ ചില അബദ്ധങ്ങൾ ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോയിൽ. അപ്പം ഞാൻ ഓൺലൈനായിട്ട് സ്ഥിരം, എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു 80% ടോപ്പുകളും ഓൺലൈന് തന്നെയാണ് ഞാൻ വാങ്ങിക്കാറ്. എനിക്ക് ഇന്നേ നാഴിക വരെ അങ്ങനെ ഒരു കബളിപ്പ് പറ്റിയിട്ടില്ല. ഞാനങ്ങനെ കബളിക്കപ്പെട്ടിട്ടില്ല. കാരണം ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു 100 വട്ടം ഞാനത് ആലോചിച്ചിട്ടാണ് ഞാനൊരു സാധനം വാങ്ങിക്കാറ്. ഓൺലൈനിൽ എന്താണ് റിവ്യൂസ് നോക്കും, പിന്നെ നമ്മൾ കുറേ ഈ വീഡിയോസിന് താഴെയുള്ള കമൻസ് നോക്കും. ഓൺലൈനൊക്കെയാണ്, ഈ സൈറ്റ് വഴിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, വീഡിയോസൊക്കെ കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ. അങ്ങനെ ഞാൻ ഒരുപാട് ചേർത്തല കളേഴ്സിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്, ലാവൻഡറിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. പിന്നെ ഞാൻ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ കുറേ കുർത്ത സെറ്റ്സൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഫ്ലിപ്കാർട്ട്, ആമസോണ്, അങ്ങനെ കുറേ കൂടുതലും എനിക്ക് തോന്നിയിട്ട് വാങ്ങിച്ചിട്ടുള്ള കളേഴ്സിൽ നിന്നാണെന്നാണ് തോന്നുന്നത്. കൂടുതലും എൻ്റെ ചുരിദാറുകളെല്ലാം കളേഴ്സും ഫ്ലിപ്കാർട്ടും ആണ് കൂടുതലും. ഞാൻ ആമസോണിൽ നിന്ന് അധികം ചെയ്യാറില്ല, ഫ്ലിപ്കാർട്ടാണ് ഞാൻ പോലെ മീഷോയും. പിന്നെ ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരു ഷോപ്പാണ് ഇഹ ഡിസൈൻസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇഹ ഡിസൈൻസ് ആലപ്പുഴയിലാണ്. ആലപ്പുഴ പിച്ചർ ജംഗ്ഷനിലാണ് ഇഹ ഡിസൈൻസ് ഉള്ളത്. നേരത്തെ അത് കളർ കോഡ് ആയിരുന്നു. ഞാൻ SC കോളേജിലൊക്കെ PG പഠിക്കുമ്പോൾ കളർ കോഡിൽ ഉണ്ടായിരുന്നു, ഇഹ ഡിസൈൻസ് ഉണ്ടായിരുന്നു. കളർ കോഡാണ് തിരുവമ്പാടിയാണോ എന്നൊരു ഡൗട്ടുണ്ട്. എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് ഇഹ ഡിസൈൻസിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. എനിക്കൊന്ന് അതിന് മുമ്പൊക്കെ തൊട്ടേ കുറേ വർഷങ്ങളായിട്ടുള്ളൊരു ഷോപ്പാണ് ഇഹ ഡിസൈൻസ് എന്ന് പറയുന്നത്. ഇഹ ഡിസൈൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് പ്രൈസ് റേഞ്ച് ഒരുപാട് കൂടുതലാണ് ഇഹ ഡിസൈൻസിൻ്റെ ഇഹ ഡിസൈൻസിലെ സാധനങ്ങൾക്കൊക്കെ എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലൊക്കെ പെട്ട ആൾക്കാരാണെങ്കിൽ ഒരിക്കലും 1000 രൂപ 1500 രൂപയുടെ സാധനങ്ങളൊന്നും നമ്മൾ മാക്സിമം നമ്മൾ വാങ്ങിക്കില്ല. നമ്മളൊരു 700-800 റേഞ്ച് നിൽക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും വാങ്ങിക്കാറ്, ടോപ്പുകളൊക്കെ ഉണ്ടെങ്കിലും. പക്ഷേ ഇഹയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് 700-800 വന്നിട്ടുണ്ട്, ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ വല്ലപ്പോഴും മാത്രം വരുന്ന കാര്യങ്ങളാണ് 700-800 ടോപ്പുകളെന്ന് എനിക്ക് പേഴ്സണലി, എൻ്റെ മാത്രം അഭിപ്രായമാണ്, എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ ഞാൻ 2 ടോപ്പും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഒരു ടോപ്പ് പാൻറ്റ് സെറ്റ്, ബോട്ടം ടോപ്പ് സെറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ബോട്ടം ടോപ്പ് സെറ്റ് 999 ആയിരുന്നു. അത് തന്നെ ഞാൻ 10 വട്ടം ആലോചിച്ചിട്ടാണ് ഞാൻ അന്ന് വാങ്ങിച്ചത്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളർ ആയതുകൊണ്ട് ഞാൻ അതൊന്ന് വാങ്ങിച്ചു. പിന്നെ 2 ടോപ്പ്, എനിക്ക് തോന്നുന്നു 2ഉം 799 ആയിരുന്നു. അതിൽ ഒരെണ്ണം ഫ്രീ ഷിപ്പിംഗ് ഉള്ള ഓഫർ വന്ന ടോപ്പായിരുന്നു. അധികം കളർ സെലക്ഷൻ ഒന്നും ഇല്ലാതെ എനിക്ക് തോന്നുന്നു എന്തോ 1-2 കളർ എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു കളർ 799 ഫ്രീ ഷിപ്പിങ്ങിന് ഞാൻ വാങ്ങിച്ചു. നമുക്ക് ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ, നമ്മൾ കുറേ ആഗ്രഹിക്കും. അപ്പം ചിലപ്പോൾ നമുക്കത് ഒത്തുവരുമ്പോൾ നമ്മളത് വാങ്ങിക്കും. അങ്ങനെയാണ് ഞാൻ ഈ 3 ടോപ്പ് വാങ്ങിച്ചത്. സത്യം പറഞ്ഞാൽ ഈ 3 ടോപ്പ് ഞാൻ പൊന്നുപോലെയാണ് കൊണ്ട് നടക്കണത്. കാരണം കൂടിയ വിലയുള്ള ടോപ്പുകളാണ്. കാരണം 1000 ബോട്ടം പാൻറ്റും ടോപ്പും കൂടെ ഉള്ള ഒരു സെറ്റ് ഒരെണ്ണം. ഇത് രണ്ടും ഞാൻ അധികം യൂസ് ചെയ്യത്തില്ല. യൂസ് ചെയ്താലും ഞാൻ വെയിലത്തൊക്കെ ഇട്ട് തള്ളത്തിട്ട് ഉണക്കിയെടുക്കും. അതായത് നനച്ചാലും തള്ളത്തിട്ട് ഉണക്കിയെടുക്കും. ഒന്നിട്ടാൽ ഈ ഇളം കാറ്റത്തൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ എടുക്കും. നനയ്ക്കത്തില്ല, എപ്പോഴും നനച്ച് കഴിഞ്ഞാൽ പോയാലോ എന്നൊക്കെ ഓർത്തിട്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ 3 വട്ടവും എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ ഇനി മേടിക്കുന്നതിൽ പ്രശ്നമില്ല എന്നാണ്. പക്ഷെ ഞാൻ എപ്പോഴും 1000 റേഞ്ചിൻ്റെ അകത്തെ സാധനങ്ങൾ മാത്രം ഓൺലൈൻ ഞാൻ വാങ്ങിക്കാറുള്ളൂ. അതിൽ കൂടുതൽ വാങ്ങിക്കാൻ എനിക്ക് പേടിയാണ്. കാരണം പൈസ പോയാലോ എന്നുള്ളൊരു വിചാരത്തിൽ. അങ്ങനെ ഒരു ദിവസം മെയ് 16 രാവിലെ ഞാനൊരു വീഡിയോ കണ്ടു. അതൊരു ടോപ്പ് ബോട്ടം സെറ്റായിരുന്നു.
എനിക്ക് എന്താണെന്നറിയില്ല, എനിക്കത് കണ്ടപ്പോൾ തന്നെ ടോപ്പും ബോട്ടവും ഇഷ്ടപ്പെട്ടു. ഇപ്പം എൻ്റെ ഇപ്പോഴത്തെ ഞാൻ വെക്കുന്നൊരു പോളിസി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ തോന്നുകയാണെങ്കിൽ അപ്പം സാധിക്കും. ഇപ്പം എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അപ്പം കഴിക്കുക, എന്തെങ്കിലും നമുക്ക് മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ആ പൈസ നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ എടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ, വേറൊരാളോട് ചോദിച്ചിട്ട് എടുക്കുന്നതിലുപരി നമ്മുടെ കയ്യിൽ എടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്ത് അത് വാങ്ങിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു പോളിസി. പക്ഷെ ആ പോളിസി തെറ്റായിരുന്നു എന്നെനിക്ക് തോന്നിയ ഒരു പർച്ചേസ് ആയിരുന്നു ഈ പ്രാവശ്യം ഞാൻ നടത്തിയത്. അങ്ങനെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു പോളിസി എന്ന് പറയുന്നത്. എനിക്ക് അപ്പം തോന്നുന്നത് ഞാൻ അപ്പം വാങ്ങിക്കും. വില നോക്കും കേട്ടോ, തീർച്ചയായിട്ടും വില നോക്കിയിട്ട് നമ്മൾ വാങ്ങിക്കും. മിഡിൽ ക്ലാസ് ഫാമിലി പെട്ടവൾ എല്ലാവരും തന്നെ ഒരു സാധനം മേടിക്കണമെന്നെങ്കിൽ നമ്മൾ കുറേ വട്ടം ആലോചിച്ചിട്ട് നമ്മൾ മേടിക്കുന്നത്. അപ്പം അങ്ങനെ തന്നെയാണ് ഞാനിത് ആക്ച്വലി 1000 രൂപ ആയിരിക്കും എന്ന് വിചാരിച്ചാണ് സൈറ്റിലോട്ട് പോയത്. അപ്പോൾ ഇവർ ആ വീഡിയോയ്ക്കകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് റെഡി ഫോർ ഡെസ്പാച്ച് ആണ്, 10 ദിവസത്തിനുള്ളിൽ സാധനം എത്തും. അപ്പം എൻ്റെ റെഡി ഫോർ ഡെസ്പാച്ച് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ എല്ലാ സാധനങ്ങളും റെഡിയാണ്. അതായത് ഇവരുടെ കയ്യിൽ ഈ ചുരിദാർ സെറ്റ് എല്ലാം റെഡി ആയിട്ട് എല്ലാ സൈസിലും ഇരിപ്പുണ്ട്. നിങ്ങൾ പറയുന്നതനുസരിച്ച് നിങ്ങളുടെ സൈസ് അനുസരിച്ച് ആ സാധനം എടുത്തിട്ട് അഡ്രസ്സ് എഴുതി നമുക്ക് അയച്ചു തരും. ഇതാണ് ഞാൻ റെഡി ഫോർ ഡെസ്പാച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അവരെന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എൻ്റെ ഒരു ഊഹം, എനിക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് വെച്ചിട്ട് ഞാൻ വിചാരിക്കുന്നത് റെഡി ഫോർ ഡെസ്പാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം എല്ലാം റെഡിയാണ്, നിങ്ങൾ പറയുന്നതനുസരിച്ച് നമ്മൾ നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ആ സാധനം എടുത്ത് നിങ്ങളുടെ അഡ്രസ്സിലോട്ട് നമ്മളിത് എത്തിച്ചു കൊടുക്കും. ഇതാണ് റെഡി ഫോർ ഡെസ്പാച്ച് കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. റെഡി ഫോർ ഡെസ്പാച്ച് ആണ് 10 ദിവസത്തിനുള്ളിൽ സാധനം എത്തും എന്ന് അവർ പ്രത്യേകം ആ വീഡിയോയ്ക്കകത്ത് പ്രത്യേകം അവരത് എടുത്ത് പറയുന്നുണ്ട്. അപ്പം ഞാനത് കേട്ടു, 10 ദിവസമല്ല, ഓക്കെ കുഴപ്പമില്ല. പക്ഷെ റേറ്റ് 1300 സംതിങ് ആണ് എൻ്റെ റേറ്റ് വരും. അപ്പം ഞാനൊരു 10 വട്ടം ആലോചിച്ചു, 1300 കൊടുത്ത് ഈ സാധനം, പ്രത്യേകിച്ച് എനിക്കിപ്പോൾ ഫംഗ്ഷനും കാര്യങ്ങളും ഒന്നുമില്ല, 1300 രൂപ കൊടുത്ത് ഞാൻ ഈ സാധനം എടുക്കണം. ഞാൻ 100 വട്ടം ആലോചിച്ചു. 100 വട്ടം ഞാൻ ആലോചിച്ചു. അപ്പം ടോപ്പ് മാത്രം 999, ടോപ്പും ബോട്ടും കൂടെ 1300 അവർ പറയണത്. അപ്പം ഞാൻ ഓർത്തു ടോപ്പ്, എനിക്ക് സാധനം ഇഷ്ടപ്പെട്ടു. ഇതെനിക്കിത് കണ്ടപ്പോൾ വീഡിയോയിൽ കണ്ടപ്പോൾ എനിക്ക് ഈ സാധനം ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പം ഞാൻ എന്തായാലും കുറേ സത്യം പറഞ്ഞ് കഴിഞ്ഞാൽ 1300 ടോപ്പൊന്നും ഞാൻ ചുരിദാറൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ മേടിച്ചു, മറ്റുള്ളവർ എനിക്ക് മേടിച്ചു തന്ന് ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ 1300 ടോപ്പൊന്നും ഞാൻ ചുരിദാർ സെറ്റൊന്നും ഞാൻ ഇത്ര നാഴിക വരെ തന്നെ ഞാൻ വാങ്ങിച്ചിട്ടില്ല. അപ്പം ഞാൻ 10 വട്ടം ആലോചിച്ചു. അപ്പം ഞാൻ ഓർത്തു ചിലപ്പോൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്ക് അയ്യോ അത് മേടിക്കായിരുന്നു എന്ന് തോന്നുമെങ്കിലോ എന്ന് വിചാരിച്ച്. എന്താണെന്ന് എനിക്ക് തോന്നില്ല, ചില സമയങ്ങൾ അങ്ങനെയാണല്ലോ. 1300 രൂപയ്ക്ക് ഞാൻ ഈ സാധനം ഓർഡർ ചെയ്തു മെയ് 16-ാം തീയതി. എൻ്റെ ഒരു ഊഹത്തിന് ഇതൊരു മെയ് അവസാനം എത്തും. കാരണം എനിക്കിതിന് നേരത്തുള്ള പ്രൊഡക്ട്സ് ഒക്കെ 2 ആഴ്ചയ്ക്കുള്ളിൽ ഡെലിവർ ആയിട്ടുണ്ട്. കാരണം ഇഹാ ഡിസൈൻസ് ആലപ്പുഴയാണ്, ഞങ്ങളുടെ വീടിൽ നിന്ന് കുറച്ച് അടുത്താണ്, 20-22 കിലോമീറ്റർ ഉള്ളപ്പോൾ നമുക്ക് അടുത്താണ്. പെട്ടെന്ന് സാധനം ഇന്ന് ഡിസ്പാച്ച് ചെയ്ത് നാളെ സാധനം എത്തുമല്ലോ. അപ്പോൾ എനിക്ക് എന്തായാലും 10 ദിവസം പോട്ടെ, 2 ആഴ്ചയ്ക്കുള്ളിൽ സാധനം വരും എന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി പൈസ കളയണ്ടായിരുന്നു, 1300 രൂപ ഉണ്ടായിരുന്നെങ്കിൽ വേറെ പല കാര്യങ്ങളും സാധിക്കായിരുന്നു. അങ്ങനെ എനിക്ക് തന്നെ കുറേ കുറ്റബോധം തോന്നി. എങ്കിൽ പോലും വല്ലപ്പോഴും അല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഓർഡർ ചെയ്തു. 2 ആഴ്ചയായി. 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒരു അറിവുമില്ല. എനിക്കിത് ഈ ഓർഡർ ഇവരുടെ സൈറ്റിൽ കയറാൻ എനിക്ക് പറ്റണില്ല. ഞാൻ മെയിൽ ചെയ്തപ്പോൾ ഇവർ പറഞ്ഞു ഇവരുടെ സൈറ്റ് മെയിൻ്റനൻസ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പിന്നെ ഒരു 2-3 ദിവസം വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ഇവർക്ക് മെയിൽ ചെയ്തു. എനിക്ക് കടയിൽ പോയി സംസാരിക്കാനെങ്കിൽ ഫോൺ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ അത് ടോൺ മാറിയാൽ അത് വേറൊരു പ്രശ്നം ആവുന്നത് കൊണ്ട് ഞാൻ മെയിൽ ചെയ്തു. മെയിൽ ചെയ്തിട്ട് ഇവർ ഒരു വാചകമാണ് ഇവർ കോപ്പി പേസ്റ്റ് ചെയ്താണ് ഇവർ പറയണത്. ഇവരുടെ സാധനം സ്റ്റോറിൽ നിന്ന് വന്നിട്ടില്ല. ഇവരുടെ സാധനം സ്റ്റോറി ഇത് നമ്മൾ എന്ത് ചോദിച്ചാലും ഇവർ പറയണത് സാധനം സ്റ്റോറിൽ നിന്ന് വന്നിട്ടില്ല, നെക്സ്റ്റ് വീക്ക് ഡെസ്പാച്ച് ചെയ്യും. അങ്ങനെ ഞാൻ ഒരു വീക്ക് കാത്തിരുന്നു, ഒരു അഡ്രസ്സും ഇല്ല. അപ്പം എനിക്ക് പേടിയാവാൻ തുടങ്ങി. എൻ്റെ 1300 പോയി. ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചു, എൻ്റെ 1300 പോയി, എനിക്കിനി ആ പൈസ കിട്ടില്ല. ഞാൻ എന്നെ തന്നെ കുറേ ശപിച്ചു കേട്ടോ. ഞാൻ അഹങ്കാരിയാണ്, എന്തിനാണ് 1300 രൂപ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ വേറെ കാര്യങ്ങൾ സാധിക്കായിരുന്നു. 1300 എന്നൊരു ഒരുപാട് വിലയുള്ളൊരു സാധനം. 1300 എന്ന് പറയുന്ന ഒരു ദിവസം നമ്മുടെ ചിലവാകുക എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ കൂടെ പറ്റാത്തൊരു കാര്യം. എന്തിന് ഞാൻ 1300 രൂപയുടെ സാധനം ഓർഡർ ചെയ്തു എന്നൊക്കെ ഞാൻ തന്നെ എന്നെ ഒരുപാട് ശപിച്ചോട്ടെ. എനിക്ക് തന്നെ ഒരുപാട് കുറ്റബോധം എന്നോട് തന്നെ തോന്നി.
എന്തിനാണ് ഞാനിത് ഓർഡർ ചെയ്തത്, ഞാനൊരു അഹങ്കാരിയാണ്, ഞാനൊരു അഹങ്കാരിയായിട്ടാണ് ഇങ്ങനെ ഓർഡർ ചെയ്തത്. കാരണം ഞാൻ ഇതിനു മുമ്പേ 1000 കൂടുതലൊരു സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല. അതാണ് സത്യാവസ്ഥ. അതാണ് നമുക്കറിയാലോ നമ്മുടെ കാര്യങ്ങൾ, നമ്മളുടെ ഒരു മനസ്സാക്ഷിയുള്ള. എൻ്റെ മനസ്സാക്ഷിക്ക് തന്നെ സങ്കടമാവാൻ തുടങ്ങി. 1000 രൂപ 1300 പോയിടിയില്ല. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, എനിക്കിത് പുറത്ത് പറയാൻ പേടിയാണ്. ആരുടെയും പറഞ്ഞു കഴിഞ്ഞാൽ പറയും, ഓ അവൾ 1000-ൻ്റെ ചുരിദാറേ ഇടുകയുള്ളൂ. ആ ഒരു ടോക്കുള്ളൂ, അവൾ 1000-ൻ്റെ ചുരിദാറേ ഇടുകയുള്ളൂ. അത് എനിക്ക്, ഞാനതുകൊണ്ട് ആരോടും പറഞ്ഞില്ല. എന്നാലും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ 1000 എന്നാണ് പറഞ്ഞത്, 1000 രൂപ കൂടുതലുള്ളൊരു ചുരിദാറാണ്, ഇങ്ങനെ എനിക്ക് കിട്ടിയില്ല. പോയി. അപ്പം എൻ്റെ ഹസ്ബൻഡ്, ഞാൻ അവൾ 1000-ൻ്റെ ഇടുകയുള്ളൂ. ഈ ഡയലോഗ് എനിക്ക് അറിയാവുന്നതാണ്, ഞാൻ ആരോടും പറയാൻ. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് ആദ്യം എന്നോട് 1000-ൻ്റെ ഇടുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഓർഡർ ചെയ്ത് പോയി, എന്ത് ചെയ്യാനാണ്, റീഫണ്ട് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ പിന്നെ റീഫണ്ട് ചോദിച്ചിട്ട് അവർ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു റീഫണ്ട്. അപ്പം നീ ഒരു കാര്യം ചെയ്യുക, അവരുടെ വീഡിയോസിൻ്റെയൊക്കെ താഴെ പോയിട്ട് നിനക്ക് സാധനം കിട്ടിയില്ല എന്ന് കമൻറ്റ് ഇടാം. അപ്പം ഞാൻ പറഞ്ഞു അത് വേണ്ട, കാരണം അതൊരു സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ പോലും ആണോയെന്നും എനിക്കറിയത്തില്ല. നമ്മളങ്ങനെ പറയുമ്പം അത് എനിക്കറിയില്ല, എനിക്കതങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. അങ്ങനെ ഞാൻ വേണ്ട, അതൊന്നും വേണ്ട. ഞാൻ ഒരുപാട് വട്ടം ഇവരുടെ വീഡിയോസ് പിന്നെ കണ്ടപ്പോൾ ഓർത്തു ഒരു ആംഗ്രി ഇമോജി ഇട്ടാലോ, റിയാക്ഷൻ ഇട്ടാലോ എന്നൊക്കെ. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട എന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ 1500 പോയി എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. കാരണം ഇവർ പറയുമ്പോൾ ഇവരെല്ലാം ഈ കോപ്പി പേസ്റ്റ് ഡയലോഗ് തന്നെയാണ് ഇവർ എപ്പോഴും ഈ ഇല്ലാത്ത പറഞ്ഞാൽ നമ്മൾ പേര് ചോദിച്ചിട്ടൊരു കാര്യമില്ല. ഞാൻ വക്കീലന്മാരാടലും കൺസ്യൂമർ ആക്ടിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയത്തില്ലല്ലോ, ചോദിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് LLB-ക്ക് പഠിക്കുന്നത്. ചോദിച്ചടാ നിനക്ക് കൺസ്യൂമർ ആക്ടിനെയൊക്കെ പറ്റി അറിയാം? ഇല്ലടി, ഞങ്ങളെ അതൊന്നും പഠിപ്പിച്ച് തുടങ്ങിയില്ല. ഞാൻ ശരി, എനിക്ക് ആ പ്രതീക്ഷ അവിടെ തീർന്നു. നമ്മളോട് വേറെ ആരോട് ചോദിക്കാനുള്ള ഒരു ഇതില്ലാത്തത് കൊണ്ട് നമ്മൾ അത്ര അടുപ്പമുള്ള ഒരാളോട് നമ്മൾ ചോദിക്കാം. പക്ഷെ അവനത് അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അതിനെ വിട്ടു. പിന്നെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടമായിരുന്നു. എൻ്റെ 1300 പോയല്ലോ. ഞാൻ ഇതുവരെയും എനിക്ക് എൻ്റെ അബദ്ധം പറ്റിയിട്ടില്ലല്ലോ. എനിക്ക് തന്നെ ഒരുപാട് സങ്കടം വന്നു. ഞാൻ പറഞ്ഞു ഇനി അപ്പം ഞാനെടുത്ത ശബ്ദം, ഒരിക്കലും ചില ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പൈസ ചിലവുള്ള കുറച്ച് ആഗ്രഹങ്ങളൊക്കെ നമുക്ക് മാറ്റി വെക്കണം. നമ്മുടെ സാഹചര്യങ്ങളും അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നമുക്ക് മാറ്റി വെക്കാം എന്ന് ഞാൻ ഈ ഒരു ഓർഡറിലൂടെ പഠിച്ചു. അങ്ങനെ ഒരു മാസം കഴിഞ്ഞു, 1 മാസം 5 ദിവസം കഴിഞ്ഞ്, 6 ദിവസം കഴിഞ്ഞ്, 7 ദിവസം കഴിഞ്ഞ്. ഇവർ ഈ സെയിം പല്ലവിയാണ് പറയണത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്നിട്ട് ഈ വീഡിയോ എടുത്ത് നോക്കും, ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ. ഇവർ ഈ 10 ദിവസം തന്നെ ആണോ പറഞ്ഞ്, ഇനി എനിക്ക് തെറ്റിയതാണ്, ഇനി 1 മാസം എന്നാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ വീഡിയോ എടുത്ത് നോക്കും. അപ്പോൾ അവരതിൻ്റെ അകത്ത് തന്നെ പറയുന്നുണ്ട് റെഡി ഫോർ ഡെസ്പാച്ച്, ഡെലിവറി വിത്തിൻ 10 days എന്ന് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാനത് എപ്പോഴും എടുത്ത് നോക്കും. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ യൂട്യൂബിലൊക്കെ അടിച്ചൊക്കെപ്പോൾ ഒരുപാട് പേർ റിവ്യൂ ഇട്ടിട്ടുണ്ട്. ഇവരുടെ കമൻറ്റ് നമ്മൾ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഇവർ ഡിലീറ്റ് ചെയ്ത് കളയും എന്നുള്ള രീതിയിലൊക്കെ ഞാൻ കമൻസൊക്കെ കണ്ടു, വീഡിയോസൊക്കെ കണ്ടു. പിന്നെ ഞാൻ അതിനൊന്നും മുതിർന്നില്ല. വെറുതെ എന്തിനാണ് നമ്മളൊരു സൈബർ ബുള്ളിങ്ങിൽ, സൈബർ അറ്റാക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. സത്യം ഞാൻ കമൻറ്റ് ഇടേണ്ടതായിരുന്നു എന്ന് എനിക്ക് പിന്നീട് തോന്നി. എന്നാലും എനിക്ക് അതിനുള്ളൊരു മനസ്സ് തോന്നിയില്ല ആ സമയത്ത്. അങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടമായി. 1300 പോയി. ജന്മത്തിൽ ഞാൻ നെഹാ ഡിസൈൻസ് എന്ന് പറയുന്ന സത്യം ഞാൻ ഇവരുടെ വീഡിയോ കണ്ടു തുടങ്ങിയത് എൻ്റെ കസിൻ്റെ മാരേജ് സമയത്താണ്. അപ്പോൾ ഇവർ സെമി സിൽക്ക് സാരീസൊക്കെ 999 കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെയാണ് ഇവരുടെ വീഡിയോസ് കണ്ടു തുടങ്ങിയത്. പക്ഷെ ഞാൻ സാരി മേടിച്ചൊന്നും ഇല്ല ഇവരുടെ, അങ്ങനെ ഞാൻ വീഡിയോസ് കണ്ടു തുടങ്ങുന്നത്. സത്യം എനിക്ക് എന്നോട് തന്നെ ഭയങ്കര ദേഷ്യം തോന്നി. 1300 എന്ന് പറയുന്നൊരു വലിയ എമൗണ്ട് ഒന്നും ആലോചിക്കാതെ എന്തിനും നീ ചിലവാക്കി, അങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ എൻ്റെ മനസ്സിൽ വന്നു. പിന്നെ ഞാൻ തീരുമാനിച്ചില്ല, ഇനി ഒരിക്കലും ഞാൻ എടുത്തു ചാടി ഇത്രയും രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിക്കില്ല എന്നുള്ള ഒരു തീരുമാനം ഞാൻ അതോടെ എടുത്തു. ഏതായാലും എന്നാലും പിന്നെ എനിക്കിത് വിടാൻ മനസ്സ് വരുന്നില്ല. ഞാൻ അവർക്ക് ഒരു മെയിലിൽ ഞാൻ പറഞ്ഞു 1300 എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഹാ ഡിസൈൻസ് പോലെയുള്ളൊരു വലിയ ഷോപ്പിന് അവർക്ക് കിട്ടുന്ന ഒരു ദിവസത്തെ വരുമാനത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ചെറിയ % മാത്രമായിരിക്കും. പക്ഷേ എന്നെപ്പോലുള്ളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ളൊരു പെൺകുട്ടിക്ക് 1300 രൂപ ഒരു ദിവസം കയ്യിൽ നിന്ന് പോകുകയെന്ന് പറയുന്നൊരു വലിയ കാര്യമാണ് എന്നുള്ളത് ഞാൻ അവരോട് പറഞ്ഞു. അത് ഞാൻ ഹാർഷായിട്ടുള്ള, ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് അവർക്കത് മെയിൽ ചെയ്തത്. അതെൻ്റെ മനസ്സിൽ എപ്പോഴും കിടപ്പുണ്ടായിരുന്നു. 1300 ഇത് തന്നെ ഞാൻ ഉറക്കത്തിലൊക്കെ എൻ്റെ മനസ്സിൽ 1300 രൂപ പോയത് മാറി. രണ്ടും കൽപ്പിച്ച് ഞാൻ ജൂൺ 27 രാവിലെ
ഇവരുടെ ഫോൺ നമ്പറിൽ വിളിച്ചു. ഞാൻ ഓർഡർ നമ്പറൊക്കെ കയ്യിൽ എഴുതിയെടുത്ത് ഫോൺ നമ്പറിൽ വിളിച്ചു. അപ്പം അവർ പറഞ്ഞ് ഡെസ്പാച്ച് ചെയ്തു. ഈ ഡെസ്പാച്ച് എന്ന് കേട്ടപ്പം മറ്റേ കുളിർ മഴയെന്നൊക്കെ പറയുന്ന പോലെയാണ് എനിക്ക് എന്തോ ഒരു വലിയ സമാധാനമായിരുന്നു. കാരണം 1300 1000 രൂപയുടെയെങ്കിലും സാധനം നമ്മുടെ കയ്യിലൊരു തുണിയുണ്ടല്ലോ, നമുക്ക് അങ്ങനെ ആശ്വസിക്കാമല്ലോ. എന്നിട്ട് ഞാൻ DTDC ആണ് സാധാരണ ഹാ ഡിസൈൻസ് ചെയ്യാറ്. പോസ്റ്റൽ വഴിയാണ് പണ്ടൊക്കെ ചെയ്തോണ്ട്, പണ്ടൊക്കെ പോസ്റ്റൽ വഴിയായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ DTDC ആണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. DTDCയിലെ ചേട്ടനെ ഞാൻ വിളിച്ചു. എനിക്കറിയാവുന്ന ചേട്ടനാണ് കൊറിയർ ചെയ്യുന്നത്. വിളിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസമാധാനമായത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 1000 രൂപയുടെ സാധനമാണെങ്കിലും കയ്യിലുണ്ടല്ലോ. 1300 വെർത്താണോ എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഈ സാധനം ഉണ്ടല്ലോ. ചില അബദ്ധങ്ങൾ നമുക്ക് മനുഷ്യരില്ല, ചിലപ്പോൾ നമുക്ക് ചില അബദ്ധങ്ങളൊക്കെ പറ്റില്ല. ഏതായാലും DTDC ഒരു സാധനം വന്നു. ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത ആ ചുരിദാർ. ഇത് അജ്രക്ക് നെക്ക് വരുന്ന, നെക്കില് ചെസ്റ്റ് ഭാഗത്ത് അജ്രക്കിൻ്റെ പാച്ച് വരുന്ന ഒരു റയോണിൻ്റെ ലൈൻ ടോപ്പും അതിൻ്റെ ബോട്ടവുമാണ്. എനിക്ക് അജ്രക്കിൻ്റെ തുണിയൊന്നുമില്ല. അപ്പം ഞാനിത് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു. അതാണ് സത്യം പറഞ്ഞാൽ മെയിൻ കാരണം. അപ്പം ഞാൻ ഓർത്തു അജ്രക്കിനൊക്കെ അല്ലെങ്കിലും ഭയങ്കര വിലയല്ലേ, അപ്പം ഇത് 1300 കുഴപ്പമില്ലായിരിക്കും. അങ്ങനെയാണ് എനിക്ക് പോയത്. റയോൺ മെറ്റീരിയലാണ്. റയോൺ മെറ്റീരിയലിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പം ചുളുങ്ങിപ്പോവും, സ്ട്രിങ്ങാവും, തേക്കാൻ നടക്കണം. അതേ ഉള്ളൂ. വേറെ പ്രശ്നമില്ല. സുഖമാണ് ഇടാൻ. വെയിലത്ത് ഈ ചൂട് സമയത്തൊക്കെ നല്ല സുഖമാണ് ഇതിന്. ചൂട് സമയത്താണ് ഞാനിത് ഓർഡർ ചെയ്തത്. പക്ഷേ ഇത് വന്നപ്പോഴത്തേക്കും മഴയിൽ തണുപ്പുമായി പോയി. ഓക്കെ, ഇച്ചിരി വൈറ്റ് നെക്കാണ്. ഈ ഹാ ഡിസൈൻസിൻ്റെ എല്ലാ ടോപ്പിനും ഇച്ചിരി വൈറ്റ് നെക്കാണ്. എനിക്ക് പക്ഷേ വൈറ്റ് നെക്ക് ഇച്ചിരി ഇഷ്ടമാണ്. ഞാൻ പേഴ്സണലി ഞാൻ തയ്ക്കുമ്പോഴും ഒക്കെ വൈറ്റ് നെക്ക് വെച്ച് തയ്ക്കാറുണ്ട്. അപ്പം ഇതാണ് ആ ടോപ്പ്. മസ്റ്റർഡ് യെല്ലോയിൽ ഒരു ടീൽ ബ്ലൂ അല്ല, ഒരു ഡാർക്ക് ബ്ലൂ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഡാർക്ക് വയലറ്റ് അല്ല, ഇൻഡിഗോയുടെ വേറൊരു ഷെയ്ഡ്, ഡാർക്ക് ബ്ലൂ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ഒരു ഷെയ്ഡാണ്. നല്ല ഭംഗി. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത, ഇവർ എന്താണോ വീഡിയോയിൽ കാണിക്കുന്ന ആ സെയിം സാധനമായിരിക്കും നമുക്ക് കൈ കിട്ടുന്നത് കേട്ടോ. ഇത് തന്നെയാണ് അവർ വീഡിയോയിൽ കാണിച്ചത്. അത് തന്നെ എനിക്ക് കൈ കിട്ടിയ സാധനം. അതാണ് ഈ ഹാ ഡിസൈൻസിൻ്റെ പ്രത്യേകത. ഞാൻ ഇത്ര നാൾ വാങ്ങിച്ചിട്ട് എൻ്റെ അനുഭവം, എൻ്റെ കയ്യിൽ 3/4 കൈയാണ്. കയ്യിലും ഈ അജ്രക്കിൻ്റെ ഈ ഡിസൈനുണ്ട്, ഈ പാച്ചുണ്ട്. പിന്നെ അത് തന്നെ പെൻസിൽ ഫിറ്റ് പാൻ്റാണ് വരുന്നത്. ഇങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പം ഏതായാലും ഇതിനെ ഇവിടെ അവർ ആ ചെസ്റ്റ് പോർഷനിൽ അവർ ഇത് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഹാൻഡ് വർക്ക് വെച്ചിട്ട് നല്ലതായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ചെസ്റ്റ് കാണാം. പിന്നെ ഫ്രണ്ടിൽ എൻ്റെ മെയിൻ ഒരു ഇതെന്ന് പറയുമ്പോൾ ഫ്രണ്ടിന് ഇതുണ്ട്, സ്ലിറ്റുണ്ട്, ഫ്രണ്ട് സ്ലിറ്റുണ്ട്. നമുക്കത് വേണമെങ്കിൽ കുറയ്ക്കാം. വേണമെന്ന് ലൈനല്ല, അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഫുള്ള് അടിക്കുകയും ചെയ്യാം. അപ്പം ഇതാണ് എന്നെ ഒരുപാട് ടെൻഷൻ അടുപ്പിച്ച, എന്നെ കുറ്റബോധം അടുപ്പിച്ച, എന്നെ കുറേ പാഠങ്ങൾ പഠിപ്പിച്ച കേട്ടോ. അപ്പോൾ ഒന്നും ഞാനിതിൽ നിന്നും പഠിച്ചത്, ഒരിക്കലും ഓൺലൈൻ ബൊട്ടിക്കുകാർ പറയുന്ന സാധനങ്ങൾ മൊത്തത്തിൽ നമ്മൾ ബീറ്റിംഗ് ചെയ്യരുത്. നമുക്കൊരു ചിലപ്പോൾ അവർ പറയുന്നതിലും ഒരുപാട് താമസിച്ചേ നമുക്ക് സാധനം കിട്ടുകയുള്ളൂ. അത് ചിലർ പറയും, മൂൺ ഗോഡസ് പോലുള്ള സൈറ്റുകൾ അവർ പ്രത്യേകം പറയുന്നുണ്ട് ഇത്ര വർക്കിംഗ് ഡേയ്സ് ആണ്. ഞാൻ അതുകൊണ്ട് ഒരു സാധനം അതിൽ നിന്ന് ഓർഡർ ചെയ്യാറില്ല. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടാലും ഞാൻ ഓർക്കും ഇത്രയും സമയമുണ്ട്. അതായത് നേരത്തെ നമ്മളോട് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ഓർഡർ ചെയ്താൽ മതി. നമുക്ക് ആവശ്യമുള്ളൊരു സാധനമാണ്, നമ്മൾ ഒരിക്കലും അവിടെ ഓർഡർ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ റെഡി ഫോർ ഡെസ്പാച്ചിന് ഞാൻ ഉദ്ദേശിച്ച അർത്ഥമല്ല എന്ന് എനിക്ക് മനസ്സിലായി. റെഡി ഫോർ ഡെസ്പാച്ച് എന്നുള്ളതിൻ്റെ അർത്ഥം വേറെയും ഉണ്ട്. ഞാൻ പഠിച്ച ഇംഗ്ലീഷിൻ്റെ അർത്ഥം അല്ല റെഡി ഫോർ ഡെസ്പാച്ചിൽ എന്നുള്ളത് കാര്യം എനിക്ക് മനസ്സിലായി. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, ചില ആഗ്രഹങ്ങളൊക്കെ എക്സ്പെൻസീവ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റി വെക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചില ആഗ്രഹങ്ങളൊന്നും നടന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെ എന്നെ കുറേ പാഠങ്ങൾ പഠിപ്പിച്ച ഒരു ടോപ്പും ബോട്ടവുമാണ് ഇത്. 1300 വർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. വർത്താണെന്ന് എനിക്ക് തോന്നുന്നു. അതിനി എൻ്റെ തോന്നലാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാൻ ഇത് ഇട്ടിട്ടുള്ളൊരു വീഡിയോ അടുത്ത ദിവസം ഞാൻ ഇടാം. അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഹാ ഡിസൈൻസിൽ നിന്ന് മാത്രമല്ല വേറെ ഏതെങ്കിലും ബൊട്ടിക്കിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം. ആർക്കെങ്കിലും സിമിലറായിട്ട് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാമല്ലോ. അപ്പോൾ എന്തായാലും ഇത്ര നേരം വീഡിയോ
വീഡിയോ കണ്ടുകൊണ്ട് ഇരുന്ന എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പം തുടർന്നും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പം ശരി, ബൈ ബൈ.